89.6 FM Sargakshetra SK Junction. ഇന്ന് April 2 വേൾഡ് ഓട്ടിസം ഡേ ആണ്. ഓട്ടിസം ബാധിച്ചവരെ കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, സമൂഹത്തിൽ അവരുടെ സ്വീകാര്യത എങ്ങനെ ഉറപ്പാക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേൾക്കാം. അതോടൊപ്പം തന്നെ ഇതിനെ ഊട്ടിയുറപ്പിക്കാനും കൂടിയാണ് ഇന്ന് യുണൈറ്റഡ് നേഷൻസ് April 2 വേൾഡ് ഓട്ടിസം ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. സോ ഇന്ന് നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ എങ്ങനെയെല്ലാമാണ് ഈ ഓട്ടിസം എന്ന് പറഞ്ഞ രോഗം കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നത്, അതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ് തുടങ്ങിയതെല്ലാം കേൾക്കാം. സോ വൺസ് അഗെയിൻ വെൽക്കം ടു വേൾഡ് ഓട്ടിസം ഡേ സ്പെഷ്യൽ SK ജംഗ്ഷൻ പവർഡ് ബൈ ലൈഫ് സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കോട്ടയം. കൂടെയുള്ളത് ജോ ആണ് ആൻഡ് ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് April 2 വേൾഡ് ഓട്ടിസം ഡേ ആണ്. സമൂഹത്തിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടേണ്ട വ്യക്തികളുടെ ദിവസം കൂടിയാണ്. ഇന്ന് നമ്മൾ ഒരുപാട് അതിനെ ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതൽ കേട്ടറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കേൾക്കാനായിട്ടും അറിയാനായിട്ടും ഇന്ന് വേൾഡ് ഓട്ടിസം ഡേ സ്പെഷ്യൽ SK ജംഗ്ഷൻ നമുക്കിന്ന് കേൾക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ വൺസ് അഗെയിൻ വെൽക്കം ടു വേൾഡ് ഓട്ടിസം ഡേ സ്പെഷ്യൽ SK ജംഗ്ഷൻ പവർഡ് ബൈ ലൈഫ് സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ കോട്ടയം. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലക്ഷ്മി ദാസ്, ഡയറക്ടർ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. യെസ്, അപ്പം നമ്മൾ ഇന്ന് എന്താ പറയാ, വേൾഡ് ഓട്ടിസം ഡേ ആഘോഷിക്കുകയാണ്. നമ്മൾ അറിവ് പകരുവാണ്, അതാണ് നമ്മുടെ ഇന്നത്തെ ആഘോഷം അല്ലേ. അപ്പം ഇങ്ങനെ ഒരു ദിവസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ആളുകൾ ഈ ഒരു ദിവസത്തെ ആഘോഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണ് മാം? ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒന്നിച്ചു പറയുന്ന പേരാണ്. അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് April 2 എന്ന് പറയുന്നതാണ് ലോക ഓട്ടിസം ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അതിന്റെ പ്രധാന കാരണം ഇപ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഓട്ടിസം അവയർനെസ്സിന് വളരെയധികം പ്രാധാന്യമാണുള്ളത്. ശരിയായ അവയർനെസ് അല്ലെങ്കിൽ അക്സെപ്റ്റൻസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് ഇവർക്ക് വളരെയധികം മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഓക്കെ. അപ്പം നമുക്കറിയാം മാമിൻ്റെ ഒക്കെ ഓൺ സെന്ററാണ് ലൈഫ് സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ട് പ്രേരിപ്പിച്ചത് എന്തായിരുന്നു? ഞാനൊരു സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റും അതിനോടൊപ്പം 12 വയസ്സുള്ള ഓട്ടിസ്റ്റിക് ആയ ഒരു കുട്ടിയുടെ അമ്മയും കൂടിയാണ്. മോന് ഒരു 1.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അവന് ഓട്ടിസത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങിയത്. ഒരു സ്പീച്ച് തെറപ്പിസ്റ്റ് ആയതുകൊണ്ട് മോനുണ്ടായ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലായെങ്കിലും പക്ഷെ ഒരു അമ്മ എന്ന രീതിയിൽ ഞങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മോനെയും കൊണ്ട് പല സെന്ററുകളിലും ഞങ്ങൾ 3 വയസ്സിന് ശേഷമാണ് അവന് തെറപ്പി നൽകാൻ തുടങ്ങിയത്. 3 വയസ്സിന് ശേഷം മോനെയും കൊണ്ട് പല സെന്ററുകളിലും ഞങ്ങൾ പോയി. പക്ഷേ സെന്ററുകളിൽ നിന്നൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു തെറപ്പി മോന് ലഭിച്ചില്ല. അതിനുശേഷം ഞങ്ങൾ അവന് 7 വയസ്സിന് ശേഷം മോന് 7 വയസ്സിന് ശേഷമാണ് ഞങ്ങൾ സ്വന്തമായിട്ടൊരു സെന്റർ തുടങ്ങിയതും അതിലൂടെയാണ് ഇപ്പോൾ അവന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനായി. സൈക്ലിങ്, സ്കേറ്റിങ് തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം അവൻ ചെയ്യാൻ തുടങ്ങി. അവന്റെ ബേസിക് നീഡ്സ് എല്ലാം തനിയെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം മോൻ തന്നെയാണ് ഇങ്ങനെ ഒരു സെന്റർ ഞങ്ങൾക്ക് തുടങ്ങാനായിട്ട് കാരണം ആയത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് വലിയൊരു പ്രചോദനമായിരിക്കും. കാരണം സ്വന്തം ലൈഫിൽ നിന്ന് തന്നെയാണ് മാം ഓരോ കാര്യങ്ങളും ഇനി പറയാനായിട്ട് പോകുന്നതും നമ്മുടെ സംശയങ്ങൾക്ക് ഒക്കെ ഉത്തരം നൽകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും അറിയേണ്ടതായിട്ട് കേൾക്കേണ്ടതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈഫിൽ നിന്ന് വന്ന മകൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥ എങ്ങനെ മാറിച്ചു അല്ലെങ്കിൽ ആ ജീവിതം എങ്ങനെ മാറി എന്നുള്ളതൊക്കെ അറിയാനായിട്ട് നമുക്കിതാ ഇനിയും സമയമുണ്ട്. സോ കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു വേൾഡ് ഓട്ടിസം ഡേ സ്പെഷ്യൽ SK ജംഗ്ഷൻ പവർഡ് ബൈ ലൈഫ് സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കോട്ടയം. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലക്ഷ്മി ദാസ്, ഡയറക്ടർ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്.
നാം ആദ്യമേ പറഞ്ഞു തുടങ്ങിയത് തന്നെ ആ ഒരു ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ മകൻ്റെ ആ ഒരു രോഗാവസ്ഥയിൽ നിന്നാണ് പിന്നീട് ഓക്കെ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വളർത്താം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു തീരുമാനത്തിലെത്തിയത്. ആൻഡ് അതോടൊപ്പം തന്നെ ഈ ഓട്ടിസം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് പുറമെ മാം ആസ് എ സ്പീക്ക് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് അതുപോലെ തന്നെ ഒരു അമ്മയാണ്. ഇതിൽ നിന്നൊക്കെ കുഞ്ഞിൻ്റെ ആ ഒരു സയൻസ് സിമ്പിൾസ് ഒക്കെ മനസ്സിലായെന്ന് മാം പറഞ്ഞു. അപ്പം ആസ് ഒരു സാധാരണക്കാരത്തിയായിട്ടുള്ള ഒരു അമ്മ അല്ലെങ്കിൽ സാധാരണപ്പെട്ടുള്ള ഒരു പേരൻസിന് എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു സിംറ്റംസ് സയൻസ് എന്തൊക്കെയാണ് ആക്ച്വലി? 1.5 വയസ്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഓട്ടിസത്തിന്റെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതെന്ന് പറയുന്നത് ഇപ്പോ കുട്ടി പേര് വിളിച്ചാല് ശ്രദ്ധിക്കാതിരിക്കുക, ചെറിയ വാക്കുകൾ പോലും സംസാരിക്കാതിരിക്കുക, മറ്റുള്ള കുട്ടികളുമായി കളികളിൽ പങ്കുചേരാതിരിക്കുക, കാൽവിരലുകൾ കുത്തി നടക്കുക, കൈവിരലുകൾ കുലുക്കുക, നിയന്ത്രിക്കാൻ പറ്റാത്ത വാശി, കരച്ചില് തുടങ്ങിയവ, വിശപ്പ്, ദാഹം തുടങ്ങിയ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുക എന്നീ ലക്ഷണങ്ങളാണ് കൂടുതലായിട്ടും നമ്മളുടെ ശ്രദ്ധയിൽ പെടുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ നമ്മളൊരു വിദഗ്ധരായ ആൾക്കാരുടെ സേവനം തേടുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഒരു കാര്യം വെച്ചോട്ടെ, ഇപ്പൊ നമ്മൾ ഇതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ നമ്മളിങ്ങനെ കേട്ടു. പിന്നുള്ളൊരു സംശയം അല്ലെങ്കിൽ എല്ലാവർക്കും പൊതുവേ നമ്മൾ കേൾക്കുന്നതാണ്, നമുക്കറിയാവുന്നതാണ്, എന്താണ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ASD എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ASD? ഓട്ടിസം അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മളൊരു കൂട്ടം പ്രശ്നങ്ങൾക്ക് ഒന്നിച്ചു പറയുന്ന പേരാണ്. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയും വ്യത്യസ്തനായിരിക്കും, അവർ യൂണീക്ക് ആയിരിക്കും. അവരുടെ പ്രശ്നങ്ങള്, സ്വഭാവം, സംസാരം എന്നിവയെല്ലാം വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ASD എന്നുള്ളത് നമ്മൾ കേട്ടു. അതിന്റെ സയൻസ് ആൻഡ് സിംറ്റംസ് 1.5 വയസ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് കേട്ടു. അപ്പം ഇങ്ങനെ ഒരു ചെറിയ സിംറ്റംസ് ഒക്കെ വന്നപ്പോൾ നമ്മൾ നേരെ ഒരു ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യുക അല്ലേ? നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. ഡോക്ടർ കുട്ടിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് ആദ്യം ഡോക്ടറാണ് അത് മനസ്സിലാക്കുന്നത്. പിന്നീട് അതിനനുസരിച്ചുള്ള ആൾക്കാരുടെ സേവനം തേടുകയും ചെയ്യണം. അത് സർവീസസ് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് സൈക്കോളജിസ്റ്റ് ഉൾപ്പെടും, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷൻ തെറാപ്പിസ്റ്റ്, ബിഹേവിയറൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അങ്ങനെ തുടങ്ങിയ ആൾക്കാരുടെ സർവീസസ്, സോഷ്യൽ വർക്കർ ഇതിന്റെ അകത്ത് ഉൾപ്പെടാം. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ഓട്ടിസം ഡേയിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞുള്ള രോഗത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ കേട്ടുകൊണ്ടേയിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഏറെ ബാക്കി നിൽക്കുമ്പോൾ ഇനി വരുന്നത് കുറച്ച് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം SK ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. ഇന്ന് April 2 വേൾഡ് ഓട്ടിസം ഡേ ആണ്. എന്താണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് കേട്ടു, ഇതിൻ്റെ സയൻസ് സിംറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടു. പക്ഷേ ഇതിലപ്പുറം നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ ഇന്നും അവരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിന് ഈ രോഗം എന്താണെന്ന്, ഇതിലെ സവിശേഷതകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് Lakshmi Das, Director and Speech Language Pathologist. Once again, welcome to World Autism Day Special SK Junction, powered by Life Center for Autism and Child Development, കോട്ടയം. നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അടുത്തത് ഈ ഒരു ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ASD കുറിച്ചുള്ള ഒരുപാട് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ്, അതിൽ നിന്ന് മാറ്റേണ്ടത് എന്തൊക്കെയാണ്? ഓട്ടിസം എന്ന് പറയുന്നത് ഒരു മാനസിക വൈകല്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. ഓട്ടിസം ഒരു മാനസിക രോഗമല്ല, അതൊരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. ഓട്ടിസം ഉള്ള എല്ലാ കുട്ടികളും സ്പെഷ്യൽ ടാലന്റ് ഉള്ളവരാണ് എന്നും തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട് നമുക്കിടയിൽ. ഓരോ കുട്ടിയും യുണീക്ക് ആണെന്ന് മുൻപ് പറഞ്ഞു. അതുപോലെ തന്നെ യുണീക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളും ബുദ്ധിമുട്ടുകളും വ്യത്യസ്തമായിരിക്കും. അതിൽ തന്നെ സ്പെഷ്യൽ ടാലന്റ് ഉള്ളവരുണ്ട്. ചില കുട്ടികൾക്ക് പാട്ടുപാടാന്, ഡാൻസ് ചെയ്യാന്, സ്കേറ്റ് ചെയ്യാന്, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള കഴിവുകൾ ഉള്ളവരുണ്ട്. അതിൽ ചില കുട്ടികൾക്ക് ബേസിക് നീഡ്സ് ചെയ്യാൻ പറ്റുന്നവരുണ്ട്. ചില കുട്ടികൾ ബേസിക് നീഡ്സ് പോലും ചെയ്യാൻ പറ്റാത്ത കുട്ടികളും ഉണ്ട്. ഇനി വേറൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഓട്ടിസം ഉണ്ടാകുന്നത് ഒരു ബാഡ് പേരന്റിങ് കൊണ്ടാണ് എന്നുള്ളതാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഓട്ടിസ്റ്റിക് ആയ ഒരു കുട്ടിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് ക്വാളിറ്റി ഉള്ള ഒരു ലൈഫ് നൽകാനും പേരൻസിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
അതുപോലെ തന്നെ 3 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ക്രൂഷ്യൽ ഡെവലപ്മെന്റൽ ഏജ് ഓഫ് പീരീഡ് എന്ന് പറയുന്നത് 3 വയസ്സ് വരെയാണ്. ഈ പ്രായത്തിലുള്ളവർക്ക് നമ്മൾ ഫോണ്, TV തുടങ്ങിയ സ്ക്രീൻ ടൈം മാക്സിമം ഒഴിവാക്കണം എന്നത് ഒരു വലിയ ഘടകമാണ്. ഓക്കെ. ഈ അമിത ഉപയോഗം ഓഫ് ഫോണ്, TV, സ്മാർട്ട് ഫോൺ കൈൻഡ് ഓഫ് തിങ്സ് ഇത്തരം എന്തെങ്കിലും ഫീച്ചേഴ്സിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടോ? അത് അങ്ങനെ TV, ഫോണ്, ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗം നയിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പഠനങ്ങളെല്ലാം പറയുന്നത്. അപ്പൊ എന്തായാലും നമ്മള് മാതാപിതാക്കളെ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലെ. 3 വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് പരമാവധി ഫോണ്, TV തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിവതും കൂടുതൽ, എനിക്കൊന്ന് ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ ആണെങ്കിലും TV ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഫോണാണ് കുഞ്ഞുങ്ങളുടെ കയ്യിൽ. അപ്പം അത് നമ്മൾ മനഃപൂർവ്വമായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം ഇത് സമൂഹത്തിൽ നിലനിൽക്കുന്ന മേജർ മിസ്കൺസെപ്ഷൻസ് ഇത്രയുള്ള മാം. വേറെ എന്തെങ്കിലും മനഃപൂർവ്വമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് അൺലേൺ ചെയ്യേണ്ട എന്തെങ്കിലും മറ്റെന്തെങ്കിലും ബാക്കിയുണ്ടോ? മെയിനായിട്ട് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. പക്ഷെ ഇപ്പോഴും മാറ്റേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതാണ് അല്ലെ. ഇതൊരു ഒരു മാനസിക രോഗമല്ല എന്നുള്ളതാണ്. പിന്നെ മാതാപിതാക്കളുടെ ബാഡ് പേരന്റിങ് കൊണ്ട് ഉണ്ടാകുന്നതല്ല എന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ശ്രദ്ധിക്കേണ്ട, അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് ഇപ്പം നമ്മൾ കേട്ടത് നമ്മൾ അൺലേൺ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ASD എന്ന രോഗത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ ഇനിയും ബാക്കിയേറെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലക്ഷ്മി ദാസ്, ഡയറക്ടർ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. ഇന്ന് വേൾഡ് ഓട്ടിസം ഡേ ആയതുകൊണ്ട് തന്നെ ASD എന്ന രോഗത്തെക്കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ വൺസ് അഗെയിൻ വെൽക്കം ടു വേൾഡ് ഓട്ടിസം ഡേ സ്പെഷ്യൽ SK ജംഗ്ഷൻ പവേർഡ് ബൈ ലൈഫ് സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഇതാ നമ്മൾ ASD എന്ന രോഗത്തെക്കുറിച്ച് ഓരോന്നും ഇങ്ങനെ ഓരോ ചുവടുകളായിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അടുത്തത് ഡോക്ടറിനോട് ചോദിക്കാനായിട്ടുള്ളത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ എങ്ങനെയാണ് ഈ ASD ബാധിച്ച അല്ലെങ്കിൽ ASD അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ബാധിക്കുന്നത്? നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഓരോ കുട്ടിയും വ്യത്യസ്തനായതുകൊണ്ട് തന്നെ പലതരം സ്വഭാവമുള്ളവരുണ്ട്. ചിലർ സംസാരിക്കുന്നവരായിരിക്കും, ചിലർ സംസാരിക്കാൻ കഴിയാത്തവരായിരിക്കും, ജസ്റ്റേഴ്സ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നവരുണ്ട്, സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട്, സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ട്. എന്നിങ്ങനെ പലതരത്തിൽപ്പെട്ട കുട്ടികളാണ് ഉള്ളത്. നല്ലൊരു ശതമാനം കുട്ടികളും കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷനിൽ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അവരുടെ ആവശ്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവരുടെ തോട്ട്സ്, ഇമോഷൻസ്, ഫീലിങ്സ് എന്നിവ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരുമായുള്ള കമ്മ്യൂണിക്കേഷന് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ സൊസൈറ്റിയുടെ നിയമങ്ങളോ എങ്ങനെ പെരുമാറണമെന്നോ അറിയാത്ത ഒരു പ്രത്യേക അവസ്ഥയിലാണ് ഈ കുട്ടികൾ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാൻ അവർക്ക് പ്രോപ്പറായിട്ടുള്ള തെറപ്പി പ്രോപ്പർ ഏജിൽ കൊടുത്താൽ മതി. ഈ സൊസൈറ്റിയുടെ നിയമങ്ങളോ എങ്ങനെ പെരുമാറണമെന്നോ അറിയില്ലാത്ത പ്രത്യേക അവസ്ഥയിലാണ് ഈ കുട്ടികൾ. അതുകൊണ്ട് മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ കുട്ടിക്ക് പെരുമാറാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു. ഈ കാര്യങ്ങളെ നമുക്ക് ഫലപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാൻ അവർക്ക് പ്രോപ്പർ തെറപ്പി പ്രോപ്പർ ഏജിൽ കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനുള്ള തെറാപ്പികൾ ഏതൊക്കെയാണ്? സ്പീച്ച് തെറാപ്പി, മാം പറഞ്ഞ പോലെ സോഷ്യൽ വർക്ക് തെറാപ്പി, അതൊക്കെയാണല്ലേ അല്ലേ? അതെ, നമുക്കിവിടെ ഇവർക്ക് നൽകാൻ പറ്റുന്നത് സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷൻ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ബിഹേവിയറൽ തെറാപ്പി, ഗ്രൂപ്പ് തെറാപ്പി, ഫിസിയോതെറാപ്പി എന്നിവയാണ് നമുക്ക് ഇവർക്ക് നൽകാൻ പറ്റുന്ന സർവീസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതുപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അല്ലേ? അതെ. ഓക്കെ മാം. അപ്പൊ ഒരു സംശയം കൂടി കൂടുതലും ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മളൊരു 1.5 വയസ്സ് മുതലാണ് ഇതിന്റെ ഒരു സിംറ്റംസ് കണ്ടുവരുന്നത് എന്ന് കേട്ടു. അപ്പൊ ഏതൊരു ടൈം ആവുമ്പോഴായിരിക്കും നമ്മൾ ഇത്തരം ഒരു തെറാപ്പികൾക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനെ നമ്മളൊരു ഡോക്ടറിനെ കാണിക്കേണ്ടതൊക്കെ എപ്പോഴായിരിക്കും? 1.5 വയസ്സിന് ശേഷമാണ് നമ്മൾക്ക് ഇവരുടെ സിംറ്റംസ് മനസ്സിലാകുന്നത്. അപ്പോൾ 1.5 വയസ്സിന് ശേഷം തൊട്ട് നമുക്ക് ഇവർക്ക് തെറപ്പി നൽകി തുടങ്ങാൻ പറ്റും. അതൊരു 3 വയസ്സിന് ഉള്ളിലാണ് നമ്മൾ ഇവർക്ക് തെറപ്പികൾ നൽകേണ്ടത്.
കാരണം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ 3 വയസ്സാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റൽ ഏജിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഏജ് എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമ്മൾ തെറപ്പി നൽകിയാൽ കുട്ടി ഒരു നോർമൽ ആകാന് അല്ലെങ്കിൽ സാധാരണ പോലെ ആകാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ അധികമായിരിക്കും. അത് പ്രായം കൂടുന്നതനുസരിച്ച് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം കൂടുതലായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ തിരിച്ചറിയുകയും അതിനു വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ തെറപ്പികൾ നേരത്തെ ചെയ്യുകയും നമ്മൾ ചെയ്യേണ്ടതാണ്. ഓക്കെ മാം, ഒരു കാര്യം കൂടെ, ഇത് എത്രമാത്രം ക്യൂറബിൾ ആണ്? നമ്മളിപ്പം 1.5 വയസ്സ് പോലെ നമ്മൾ സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നു, ലൈക്ക് 100% എന്ന് പറയാൻ പറ്റുമോ, അതോ ലൈക്ക് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രോസസ്, ലൈക്ക് എത്രമാത്രം ഇത് ക്യൂറബിൾ ആണ്? ഇതെന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ പ്രശ്നത്തെ ബേസ് ചെയ്തായിരിക്കും. അതായത് ഓരോ കുട്ടിയിലെ കഴിവുകളും വ്യത്യസ്തമാണ്, അവരുടെ പൊട്ടൻഷ്യലും വ്യത്യസ്തമായിരിക്കും. ചില കുട്ടികൾ മൈൽഡ് ഫീച്ചേഴ്സ് ഉള്ളവരായിരിക്കും, ചില കുട്ടികൾ മോഡറേറ്റ് ആയിരിക്കും, ചില കുട്ടികൾ മോഡറേറ്റ്ലി സിവിയർ, അങ്ങനെ ഓരോ ലെവലിലുള്ള കുട്ടികളാണ് ഉള്ളത്. മൈൽഡ് ഫീച്ചേഴ്സ് ഉള്ള കുട്ടികളുടെ പ്രശ്നമായിരിക്കില്ല ഒരു സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ്ലി സിവിയർ ആയിട്ടുള്ള കുട്ടികൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൈൽഡ് ഫീച്ചേഴ്സ് ഉള്ള കുട്ടികൾക്ക് ആണ് കൂടുതലായിട്ട് ഇതിന്റെ അകത്ത് നിന്ന് ഇംപ്രൂവ് ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും എന്താ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ് ഈ ASD ബാധിച്ച കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നത് ആൻഡ് അതിന്റെ പ്രതിവിധി എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു അറിഞ്ഞു. ഇനിയും കേൾക്കാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുത്തലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. Welcome back to SK Junction on Sargakshetra 89.6 FM and this is World Autism Day Special. SK Junction powered by Life Center for Autism and Child Development കോട്ടയം. ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ട്, none other than ലക്ഷ്മി ദാസ്, ഡയറക്ടർ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. കാരണം ഇന്ന് വേൾഡ് ഓട്ടിസം ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ASD എന്ന രോഗത്തിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വരുമ്പോൾ ഇനി ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ അറിയാനായിട്ടുള്ളത് ഈ ASD എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് രോഗങ്ങൾ അല്ലെങ്കിൽ സിറ്റുവേഷൻസിൻ്റെ കുറച്ചു കൂട്ടമാണ് എന്ന് നമ്മൾ കേട്ടു. അപ്പോൾ തന്നെ ഇതിൻ്റെ മറ്റ് ഫോംസ് എന്തൊക്കെയാണ്? ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലെ മറ്റ് ഫോംസ് ഏതൊക്കെയാണ് മാം? ഓട്ടിസം ഡിസോർഡറിന്റെ മറ്റ് ഫോംസ് എന്ന് പറയുന്നത് ആസ്പെർഗർ അല്ലെങ്കിൽ ഹൈ ഫങ്ഷനിങ് ഓട്ടിസം, ആസ്പെർഗർ സിൻഡ്രോം, റെറ്റ് സിൻഡ്രോം, ചൈൽഡ്ഹുഡ് ഡിസഇന്റഗ്രേറ്റഡ് ഡിസോർഡർ, പെർവസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ, നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്നിവയാണ് ഈ സ്പെക്ട്രം തിങ്കിങ് വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇതിൽ മെയിൻലി നമ്മളെ ഇപ്പം കേരളത്തിലായിക്കോട്ടെ, ഇപ്പൊ കേരളത്തിലെ കുട്ടികൾ എടുക്കുകയാണെങ്കിൽ മെയിൻലി ഏതായിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്? ഇതിനെല്ലാം നമ്മൾ ചേർത്ത് പറയുന്ന പേരാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ്, അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം ചേർത്ത് പറയുന്നതാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പല ആർട്ടിക്കിൾസ് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഈ ആസ്പെർഗർ എന്ന് പറയുന്നത് വ്യത്യസ്തമായി നിൽക്കുന്നു, അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ആസ്പെർഗർ അല്ലെങ്കിൽ ആസ്പെർഗറിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ഹൈ ഫങ്ഷനിങ് ഓട്ടിസം എന്നാണ്. അവർക്ക് മറ്റുള്ള ഇപ്പം അവർക്ക് കുറച്ചുകൂടെ മൈൽഡ് ഫീച്ചേഴ്സ് ആയിരിക്കും, കാര്യങ്ങളായിരിക്കും ഉള്ളത്. അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക, സോഷ്യലി ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക, കുറച്ചുകൂടെ സാധാരണ മറ്റുള്ള ഓട്ടിസം ഉള്ള ഫീച്ചേഴ്സിനെക്കാളും കൂടുതൽ ടാലന്റ് ആയിരിക്കും അവർക്കുള്ളത്. IQ കാര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് കാണും. അക്കാഡമിക്കൽ ആയിട്ടുള്ള പെർഫോമൻസസ് നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേക ടാലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്, അതിൽ തന്നെ പാട്ട് പാടാൻ, ഡാൻസ് ചെയ്യാൻ, അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി കുറച്ചുകൂടെ കഴിവുള്ള കുട്ടികളും ആണ് ഈ ആസ്പെർഗർ അല്ലെങ്കിൽ ഹൈ ഫങ്ഷനിങ്ങിൽ കൂടുതലായിട്ടും വരുന്നത്. ഇവർക്കും ആ സെയിം ട്രീറ്റ്മെന്റ് പ്രോസസ്സ് തന്നെയാണല്ലോ അല്ലേ, അതോ എന്തെങ്കിലും വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മൾ സെയിം ഇതാണ് കൊടുക്കുന്നത്. പക്ഷെ മറ്റുള്ള കുട്ടികളെക്കാളും ഇംപ്രൂവ് ചെയ്യാനും പെട്ടെന്ന് ഇവര് ഇംപ്രൂവ് ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആശയവിനിമയത്തിനായിരിക്കും കൂടുതലായിട്ട് ഇവർക്ക് ചില കുട്ടികളിൽ കണ്ടുവരുന്ന ആശയവിനിമയത്തിനാണ് കൂടുതലും പ്രശ്നം വരുന്നത്. ഓക്കെ അപ്പൊ എന്തായാലും പല ഫോംസ് ഓഫ് ASD നമ്മൾ കേട്ടു ആൻഡ് അതിൽ മുന്നിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മാറി നിൽക്കുന്നത് ആസ്പെർഗർ സിൻഡ്രോം. അതിങ്ങനെ പല സംശയങ്ങളുണ്ടായിരുന്നു, എന്താണ് ഇത് മറ്റ് ASDയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ വ്യത്യസ്തത എന്തൊക്കെയാണെന്നുണ്ടായിരുന്നു. അപ്പം ഓരോന്നായി നമ്മളിങ്ങനെ കേട്ട് വരികയാണ്, അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. ഇന്ന് വേൾഡ് ഓട്ടിസം ഡേ ആയതുകൊണ്ട് തന്നെ ഓട്ടിസത്തിന്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കേട്ടിരിക്കേണ്ട ജനറലി നമ്മളൊരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മളെ മക്കൾക്ക് എങ്ങനെ ഇതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് തിരിച്ചറിയാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ സമൂഹത്തിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ
കുട്ടികളെ, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തികളെ എങ്ങനെ കരുതാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും കേൾക്കാം, അറിയാം സർഗക്ഷേത്ര 89.6 FM-ലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു SK Junction. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK Junction ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലക്ഷ്മി ദാസ്, ഡയറക്ടർ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. ആൻഡ് യെസ്, ഇന്നത്തെ നമ്മുടെ SK Junction സ്പെഷ്യലാണ്. കാരണം ഇത് April 2 വേൾഡ് ഓട്ടിസം ഡേ ആയതുകൊണ്ട് തന്നെ ദിസ് വേൾഡ് ഓട്ടിസം ഡേ സ്പെഷ്യൽ SK Junction പവേർഡ് ബൈ ലൈഫ് സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, കോട്ടയം. മാം, നമ്മളിങ്ങനെ ഓട്ടിസത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പിന്നെ നമ്മൾ മിസ്കൺസെപ്ഷനെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സംശയമാണ് ഇത് ഹെറിഡിറ്ററി ആണോ എന്നുള്ളത്. അപ്പം ഈ ഒരു ജനറ്റിക് റോൾ എന്താണ് ഈ ASD-യിൽ? ഇപ്പൊ നമ്മൾ ജനറ്റിക് സ്റ്റഡീസ് നടത്തുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും സ്റ്റഡീസ് നടത്തുന്ന ഫാമിലി സ്റ്റഡീസ്, സിബ്ലിംഗ് സ്റ്റഡീസ് എന്നിവയിലാണ്. നേരത്തെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് പേരൻസിന്റെ ഹിസ്റ്ററി മാത്രമായിരുന്നു. പേരൻസിന് എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുട്ടിക്ക് പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിപ്പോൾ 3 ജനറേഷൻ വരെ ആയിട്ടുണ്ട്. കാരണം പേരൻസിന് മാത്രമല്ല, ഗ്രാൻഡ് പേരൻസിന് അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പേരൻസ് വരെ ആർക്കെങ്കിലും ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ വരാൻ 3 ജനറേഷൻ വരെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പൊ സിബ്ലിംഗ്സിന്റെ സ്റ്റഡി നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഇപ്പോ ഒരു ഐഡന്റിക്കൽ ട്വിൻ ഒരാൾക്ക് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ മറ്റേയാൾക്ക് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് 70 to 90% വരെയാണ്. ഇപ്പൊ നോൺ ഐഡന്റിക്കൽ ട്വിൻസ് ആണെങ്കിൽ അതൊരു 50% വരെ ചാൻസസ് ഉണ്ട്. വെറും സിബ്ലിംഗ്സ് ആണെങ്കിൽ തന്നെ 50% താഴെയാണെങ്കിലും ചാൻസസ് ഉണ്ട്. അപ്പം ഇതൊരു ജനറ്റിക് ആണ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആണെന്ന് നമുക്ക് പറയാം അല്ലേ? അതോടൊപ്പം തന്നെ എടുത്ത് ചോദിക്കണ്ട, അല്ലെങ്കിൽ ASD എന്ന് പറയുന്ന കാര്യം നമ്മൾ എന്താണ് പണ്ട് മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. ഇത് അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആൻഡ് റീസെന്റ് ഇത് ഭയങ്കര, എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആണോ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പലരും ഇത് എനിക്ക് ASD ആണ് എന്ന് പറഞ്ഞ് ഞാൻ പലരുടെയും സ്റ്റോറി കണ്ടിട്ടുണ്ട്. ഇപ്പം ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇത് എൻ്റെ ഫീച്ചേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലരും അപ്ലോഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇത് എന്തുമാത്രം ശരിയാണ്? കാരണം നമ്മളിപ്പം മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.5 വയസ്സ് മുതലെയാണ് ഇതിന്റെ സിംറ്റംസ് കാണിക്കുന്നത് എന്ന്. അപ്പം വളർന്നു വന്ന ഒരാളെ സംബന്ധിച്ച് ഇത് വീണ്ടും ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? അത് എങ്ങനെയാണ്? അത് എന്തുമാത്രം ശരിയാണ് അതിൽ? സാധാരണഗതിയിൽ ഓട്ടിസത്തിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതിലേ തന്നെ നമുക്കത് മനസ്സിലാകും. അതായത് ഇപ്പൊ പേര് വിളിച്ച കുട്ടി നമുക്ക് നോക്കാതിരിക്കും, അങ്ങനെ തുടങ്ങിയ ലക്ഷണങ്ങൾ, പലതരം ലക്ഷണങ്ങൾ, ഓരോ കുട്ടിയിലും ഓരോ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്, നമുക്ക് മനസ്സിലാകും. ഇപ്പം ഓട്ടിസം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ചേർന്നതാണ് ഓട്ടിസം എന്ന് പറയുന്നത്. അതില് ഇപ്പൊ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്കതൊരു ഓട്ടിസത്തിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ കുട്ടിയെ കാണുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയെ അസസ്മെന്റ് നമ്മൾ നടത്തുമ്പോൾ ഒരു പ്രത്യേക ടെസ്റ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ ടൂൾസ് ഉപയോഗിച്ചാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നത്. ആ അസസ്മെന്റ് ടൂൾസിൽ പല രീതിയിലുള്ള പല കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. അതിലിപ്പോൾ ഒരു ഫീച്ചറുണ്ട് അല്ലെങ്കിൽ 2 ഫീച്ചറുണ്ട് എന്ന് കരുതി നമുക്കതൊരു ഓട്ടിസത്തിന്റെ ലക്ഷണമായിട്ട് കാണാൻ പറ്റില്ല. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് ഇത്ര ഒരു ശതമാനത്തിൽ കൂടുതലാണ് എങ്കിൽ മാത്രമാണ് നമ്മൾ ഓട്ടിസം ആണ് കുട്ടിക്ക് അല്ലെങ്കിൽ ഇന്ന പ്രശ്നമാണ് എന്ന് നമ്മളത് ഡയഗ്നോസ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓട്ടിസം ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. യെസ്, അപ്പൊ മാം പറഞ്ഞ് അവസാനിപ്പിച്ചത് ലൈക്ക് ഒരു പ്രശ്നം മാത്രമല്ല, അനേകം പ്രശ്നങ്ങൾ കൂടി ചേർന്നതാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. സോ എന്തായാലും ഇനിയും നമുക്ക് കേൾക്കാനായിട്ടുണ്ട്, അറിയേണ്ടതായിട്ടുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. Welcome back to World Autism Day Special SK Junction powered by Life Center for Autism and Child Development, കോട്ടയം. ഇന്ന് നമ്മൾ വേൾഡ് ഓട്ടിസം ഡേ ആയതുകൊണ്ട് തന്നെ ഓട്ടിസം എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയത് ഓരോന്നായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ്
ലക്ഷ്മി ദാസ്, ഡയറക്ടർ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. മാം, ഇനി നമുക്ക് അറിയേണ്ടതായിട്ടുള്ളത് നമ്മൾ ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഓട്ടിസ്റ്റിക് അഫക്റ്റഡ് ആയിട്ടുള്ളവരുടെ സോഷ്യൽ ഇന്ററാക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ആൻഡ് അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു ലേണിംഗ് എബിലിറ്റീസിനെയും അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് പെർഫോമൻസിനെയും എത്രമാത്രം ബാധിക്കുന്നുണ്ട്, എങ്ങനെയാണ് അത് അവരുടെ ഒരു ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ്? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഉള്ള കുട്ടികൾക്ക് അസോസിയേറ്റഡ് ആയിട്ട് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്നിവയെല്ലാം ഉണ്ടാകാം. ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ അവര് അതിൽ ഉള്ളൊരു അറ്റൻഷൻ അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല, ഡയറക്ഷൻസ് അവർക്ക് മനസ്സിലാകില്ല, അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യാൻ പറ്റില്ല, പലതരത്തിലുള്ള സെൻസറി ഇഷ്യൂസസ് അവർ കാണിക്കാം. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ അക്കാഡമിക് ആയിട്ടുള്ള പെർഫോമൻസസ് അവരെ അഫക്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ അവരുടെ ഒരു അക്കാഡമിക് പെർഫോമൻസിനെ മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും? അക്കാഡമിക് പെർഫോമൻസിനെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് അവർക്ക് ഈ പറയുന്ന എന്തെങ്കിലും പഠനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ കൂടെ നമുക്ക് അവരുടെ അക്കാഡമിക്കൽ സ്കിൽസസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ ബിഹേവിയറൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ സേവനം തേടാം. ശ്രദ്ധയിലോ മറ്റ് ഒരു മെമ്മറൈസ് ചെയ്യുക അങ്ങനെ തുടങ്ങിയ ഈ ടാസ്ക് ഫോളോ ചെയ്യാനുള്ള ഡിഫിക്കൽട്ടി തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഒക്യുപേഷൻ തെറപ്പി നൽകാം. അങ്ങനെ ഈ ഒരു തെറപ്പികളിൽ കൂടെ അവരുടെ പഠനം മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കും. ഓക്കെ ഓക്കെ, നമുക്കൊരു ഒരു പോസിറ്റീവ് ഇത് തന്നെയാണല്ലേ, നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും. അത് ക്യൂറബിൾ ആണ് എന്നുള്ളൊരു ആശ്വാസം നമുക്ക് എന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ കൃത്യസമയത്ത് അതിനെ ഡയഗ്നോസ് ചെയ്യുക, ഡോക്ടർ കൺസൾട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുമ്പോൾ ഇത് SK ജംഗ്ഷൻ ആണ്. ഓൺസർഗ ക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. ആൻഡ് യെസ്, വെൽക്കം ടു വേൾഡ് ഓട്ടിസം ഡേ സ്പെഷ്യൽ SK ജംഗ്ഷൻ പവേർഡ് ബൈ ലൈഫ് സെന്റർ ഫോർ ഓട്ടിസം ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. ഇന്ന് കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ലക്ഷ്മി ദാസ്, ഡയറക്ടർ ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്. മാം, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അതും ഓട്ടിസം എന്ന് പറഞ്ഞ രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ASDയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ഒരു രോഗം അഫക്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കുട്ടികളായിക്കോട്ടെ, ഇവര് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്തൊക്കെയാണ്? ഒരുപാട് വെല്ലുവിളികളാണ് ഇവർ നേരിടുന്നത്. ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്ത സ്വന്തം ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, സൊസൈറ്റി എന്നിവരുണ്ട്. എപ്പോഴാണ് കരയുന്നത്, ചിരിക്കുന്നത്, വഴക്കുണ്ടാക്കുന്നത്, ദേഷ്യം വരുന്നത്, സന്തോഷം വരുന്നത് എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മൂഡ് സ്വിങ്സ് ഇവർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ബേസിക് നീഡ്സ് ആയിട്ടുള്ള വിശപ്പ്, ദാഹം, ടോയ്ലറ്റ് കൺട്രോൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവയൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഈ കുട്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കാഴ്ചവസ്തുവാകും. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ അവരുടെ സമീപനം, കുട്ടികളുണ്ടാകുന്ന അവരുടെ സമീപനം, ബേസിക് നീഡ്സ് ആയിട്ടുള്ള വിശപ്പ്, ദാഹം, ടോയ്ലറ്റ് കൺട്രോൾ, ശാരീരിക അസ്വസ്ഥതകൾ എന്നിവയെല്ലാം എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ഈ കുട്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കാഴ്ചവസ്തു ആകുമോ എന്നുള്ള സംശയം മാതാപിതാക്കൾക്കുണ്ടാകാം. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ അവരോട് കാണിക്കുന്ന സമീപനം എന്നിവ കൂടി കണക്കിലെടുത്ത് കുട്ടിയെ പുറത്തു വിടാത്ത, അടച്ചിടുന്ന പല ആളുകൾ, ഫാമിലീസും ഉണ്ട് നമുക്കിടയിൽ. ഒരു ഫാമിലിയുടെ മുഴുവൻ സോഷ്യൽ ലൈഫാണ് ഇതിലൂടെ ഇല്ലാതെയാകുന്നത്. ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഇങ്ങനെ ഒരു കുട്ടിയെയും കൊണ്ട് മാതാപിതാക്കൾക്ക് ധൈര്യപൂർവ്വം ഇറങ്ങാനും വളർത്താനും പറ്റിയ ഒരു സ്പേസ് ആണ് അവർക്ക് വേണ്ടത്. ഓക്കെ മാം, അപ്പോൾ ഈ ഒരു കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടു. ആൻഡ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കും? ഇപ്പം പറഞ്ഞു, ഇപ്പം ഇവൻ അവരുടെ ഫാമിലി ആണെങ്കിൽ പോലും ഒരു സോഷ്യൽ മറ്റൊരു ഇതിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ആസ് എ ഫാമിലി എന്ന രീതിയിൽ നമുക്ക് ചെയ്യാം, ഫ്രണ്ട്സ് എന്ന രീതിയിൽ ചെയ്യാം, സമൂഹത്തിലെ ഒരു സോഷ്യൽ ബീയിങ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ വരുന്ന തലമുറയിലേക്ക് നമ്മൾക്ക് പകരാൻ പറ്റുന്നത്, ഈ കുട്ടികൾക്ക് വേണ്ടത് സിമ്പതിയും എമ്പതിയും അല്ല, അവയർനെസ്സും ആക്സെപ്റ്റൻസും എന്നുള്ളതാണ്. ഓട്ടിസം അതിന്റെ പ്രോബ്ലംസുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് മാത്രമല്ല,
ഇത് എല്ലാവർക്കും മനസ്സിലാകണം. എല്ലാവരും ഈ കുട്ടികളെ മാറ്റി നിർത്തേണ്ടവരല്ല, ചേർത്ത് നിർത്തേണ്ടവരാണെന്ന് ഉൾക്കൊള്ളണം. അതിനനുസരിച്ച് അവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവരും മുന്നോട്ട് പോയാൽ ഈ സൊസൈറ്റിയിൽ നമുക്ക് തീർച്ചയായും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുത്താൽ അവരെ ധൈര്യപൂർവ്വം വെളിയിലിറക്കാനും ഈ സൊസൈറ്റിയിൽ വളർത്താനും അവരുടെ മാതാപിതാക്കൾക്ക് സാധിക്കും. ഓക്കെ ഓക്കെ മാം. ആൻഡ് നമ്മൾ അവസാനമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ എന്താണ് പറയാനായിട്ടുള്ളത് ചെറിയ വാക്കുകളിലൂടെ? ഇന്ന് ലോക ഓട്ടിസം അവയർനെസ് ദിനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓട്ടിസം എന്താണെന്നും അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും മനസ്സിലാക്കണം. അവരെ മാറ്റി നിർത്തേണ്ടവരല്ല, ചേർത്ത് നിർത്തേണ്ടവരാണ് എന്ന് ഈ സമൂഹത്തിന് ബോധ്യപ്പെടണം എന്നറിയാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് സിമ്പതിയും എമ്പതിയും അല്ല, അവയർനെസ്സും ആക്സെപ്റ്റൻസും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ആണ് അവർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടത്. ഓക്കെ ഓക്കെ മാം. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പങ്കുവെച്ചു. ഇപ്പം എന്താണ് ഈ രോഗം, എങ്ങനെയാണ് ഇതിനെ ക്യൂർ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ആൻഡ് യെസ്, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. താങ്ക് യു. ഓക്കെ, നമ്മൾ ഇന്ന് വേൾഡ് ഓട്ടിസം ഡേയിൽ ഓട്ടിസം ബാധിച്ച കുട്ടികൾ അല്ലെങ്കിൽ ASD എന്ന രോഗം ബാധിച്ച കുട്ടികളെ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ബേസിക് മുതൽ തുടങ്ങിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അവരെ എങ്ങനെ ചേർത്ത് പിടിക്കാം എന്നത് വരെ നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചു. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.